അവർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൗദി ഫാമിലി വിസിറ്റ് വിസയുടെ അപ്പോയിൻമെന്റ് വെബ്സൈറ്റിൽ നിന്നും റിമൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ഇന്ത്യ അടക്കമുള്ള 14 രാഷ്ട്രങ്ങൾക്കുള്ള സേവനമാണ് ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നത്. ഇതിൽ വർക്ക് വിസ, ബിസിനസ് വിസ, ടൂറിസ്റ്റ് വിസ, ഫാമിലി വിസിറ്റ് വിസ തുടങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക വിസകൾക്കും ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് VFSൽ അവൈലബിൾ ആണ്. ചുരുങ്ങിയ ചില വിസകൾക്ക് മാത്രമേ ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് VFSൽ കാണിക്കുന്നുള്ളൂ. ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ വ്യക്തമായിട്ടുള്ള ഉത്തരം VFSൽ നിന്ന് ലഭിച്ചിട്ടില്ല. VFSൽ നിന്ന് കോൺടാക്ട് നേരത്തെ ആരെങ്കിലും അപ്പോയിൻമെൻറ്റ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് VFSൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഒരുപാട് പേര് VFSൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും ഇന്നലെയൊക്കെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, പിന്നെ അപ്പോയിൻമെൻറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് VFSൻ്റെ ലോഞ്ച് സർവീസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ അവിടെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് പൈസ അധികം കൊടുക്കണം എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. സ്റ്റാമ്പിങ് നിർത്തിവെച്ചിട്ടൊന്നുമില്ല. സ്റ്റാമ്പിങ് കാര്യങ്ങളൊക്കെ തന്നെ പഴയ പോലെ തന്നെ നടക്കുന്നുണ്ട്. നമുക്ക് ഈ അപ്പോയിൻമെൻറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അത് ചിലപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അതും സോൾവ് ആവും എന്നാണ് ഏകദേശം. നമുക്ക് എത്ര ദിവസത്തേക്കാണ് ഫാമിലി വിസിറ്റേഴ്സ് അടിച്ചു വരിക എന്നുള്ളത് പല ആളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സിംഗിൾ കിട്ടുമോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കിട്ടുമോ എന്നുള്ളത് അതെന്തായാലും നമുക്കിപ്പോൾ ഏതായാലും പറയാൻ പറ്റില്ല. VFS തന്നെ അവരോട് ചോദിക്കുന്ന സമയത്ത് അവർ ഇതിന് കറക്റ്റായിട്ടുള്ള ഉത്തരം അവർക്കും അറിയില്ല. ഒരു ഏജൻസി മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ആപ്ലിക്കേഷൻ സ്വീകരിച്ച് അത് എംബസിയിലേക്ക് ഫോർവേഡ് ചെയ്യാനുള്ള ഡ്യൂട്ടി മാത്രമേ VFS ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് മുൻകൂട്ടി ഒരിക്കലും പറയാൻ പറ്റില്ല നിങ്ങൾക്ക് 1 ഇയർ കിട്ടുമോ അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടാണോ വരിക എന്നുള്ളതൊന്നും അവർക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ഒരു 4-5 ദിവസത്തിനുള്ളിൽ തന്നെ അത് ഇറങ്ങും. അപ്പോൾ അതിനുശേഷം നമുക്ക് പറയാൻ പറ്റും നമുക്ക് എത്ര കിട്ടും എന്നുള്ളത്. ഓക്കെ, അതിനുശേഷം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആർക്കെങ്കിലും ഇന്നും ഇന്നലെയൊക്കെ പോയിട്ടുള്ള ആളുകൾ അവർക്ക് വിസ ഇറങ്ങിയ ശേഷം എത്ര കിട്ടി എന്നുള്ളതും കൂടി നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അത് ബാക്കിയുള്ള ആളുകൾക്ക് തന്നെ ഇത് ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇതാണ് പറയാൻ. ചെറിയൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇവിടെ സൗദി അറേബ്യയിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ചേംബറൊക്കെ ചെയ്തിട്ടും വിസ ഇറങ്ങുന്നില്ല എന്നുള്ള ചെറിയൊരു കംപ്ലയിൻറ്റ് ഇപ്പോൾ വരുന്നുണ്ട്. ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നാൽ ഈ ഒരു വിസ എന്ന് പറഞ്ഞാൽ നമ്മൾ സബ്സ്ക്രൈബർ അയച്ചു തന്നിട്ടുള്ള ഒരു വിസ കേട്ടോ. ഇത് 9-ാം തീയതി അതായത് ജൂൺ 9-ന് വിസ ഓപ്പൺ ആയ സമയത്ത് എടുത്ത വിസയാണ്. ഇവർ 10-ാം തീയതി ചേംബർ ചെയ്തു. ഇന്ന് 17-ാം തീയതിയാണ്. ഇതുവരെയായിട്ട് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ മോഫയായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മോഫയിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ജൂൺ 9-ന് ശേഷം ഒരുപാട് ആപ്ലിക്കേഷൻ സിസ്റ്റത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഫാമിലി വിസിറ്റേഴ്സൊക്കെ. അപ്പോൾ അത്രയും ആപ്ലിക്കേഷൻ കയറിയത് കൊണ്ടുള്ള ചെറിയൊരു ഡിലേ മാത്രമാണ്. കുറച്ച് ടൈം എടുക്കുമെന്നാണ് പറയുന്നത്. ചിലപ്പോൾ 4 ദിവസം 5 ദിവസമൊക്കെ എടുക്കും വിസ ഇറങ്ങാനും. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ 2 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഫാമിലി വിസിറ്റേഴ്സ് ചേംബർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇറങ്ങാറുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ കൂടിയത് കൊണ്ടുള്ള ചെറിയൊരു ഡിലേ ആണ്. നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഇന്നോ അല്ലെങ്കിൽ നാളെ ഒക്കെ ആയിട്ട് ബാക്കിയുള്ള വിസ ആർക്കെങ്കിലും വിസ ഇറങ്ങാനുണ്ടെങ്കിൽ അത് ഇറങ്ങുന്നതാണ്. ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. എന്തായാലും നമ്മൾ ഇതുവരെ ഏതായാലും വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും പഴയതുപോലെ തന്നെ നമുക്ക് 1 ഇയർ തന്നെ ഫാമിലി വിസിറ്റ് വിസ എല്ലാവർക്കും അടിച്ചു കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ